ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് നമുക്ക് ഒരു ഹാഫ് kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് ഹാഫ് kg ആയതിൻ്റെ പേരിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നെ അധികം എക്സ്പെൻസും നമുക്ക് വരില്ല. അപ്പം നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആദ്യ സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം. അരിച്ചെടുക്കൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇതിൽ വലിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യും. അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്നുകിൽ ഇതുപോലെ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3-4 തവണ അരിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 2 മുട്ട എടുക്കണം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വാനില എസൻസ് ചേർത്ത് കൊടുക്കണം ബീറ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പോഴാണ് ആ മുട്ടയുടെ സ്മെല്ല് നമ്മുടെ കേക്കിൽ വരാതിരിക്കുള്ളൂ. പ്രത്യേകിച്ച് വാനില കേക്കാണ് ഇതിൻ്റെ സ്പഞ്ച് വരുന്നത്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് കേക്കിൽ വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അപ്പോൾ വാനില എസൻസ് എന്തായാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ചേർക്കണം. പിന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കി എടുക്കാനാണെങ്കിൽ കൊക്കോ പൗഡർ ഉണ്ടായതുകൊണ്ട് മുട്ടയുടെ സ്മെല്ല് വല്ലാതെ അങ്ങോട്ട് എത്തില്ല. പക്ഷെ ഇത് വാനില കേക്ക് ആയതുകൊണ്ട് എന്തായാലും ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ഏകദേശം 1 മിനിറ്റോളം ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഈ ഒരു കപ്പിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര നമുക്ക് ചേർക്കണം. അപ്പോൾ വലിയ പാർട്ടിക്കിൾസ് ഉള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊടിച്ചിട്ട് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ് 1/2 കപ്പ് കേട്ടോ. പൊടിക്കാത്ത പഞ്ചസാരയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പും ഒരു ടേബിൾ സ്പൂൺ കൂടി നിങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്യണം. മുട്ട നന്നായിട്ട് പതഞ്ഞിട്ട് നല്ല ഡബിൾ ക്വാണ്ടിറ്റി ആകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. ഇങ്ങനെ കൂടുതൽ ടൈം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. അത് ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാനില സ്പോഞ്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും മതി. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട 2 ബാച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഒന്നുമില്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഒരേ ഡയറക്ഷനിൽ അങ്ങ് പതിയെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ബേക്കിംഗ് ടിപ്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വെയിറ്റ് കുറഞ്ഞ ഏതെങ്കിലും തവി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായിട്ട് പോവും. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് മോൾഡിലോട്ട് മാറ്റണം. കേക്ക് മോൾഡിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് മാത്രമേ ഇത് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അതും പ്രീഹീറ്റ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരിക്കണം നമ്മൾ പ്രീഹീറ്റ് ചെയ്യുന്നത്. അടി കട്ടിയുള്ള പാനിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യുക. അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യുക 10 മിനിറ്റ്. അത് നിങ്ങൾ മറക്കരുത്. ബേക്കിങ്ങിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ടെമ്പറേച്ചർ നന്നായിട്ട് നമ്മുടെ കേക്കിൻ്റെ സോഫ്റ്റ്നെസ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, സോഫ്റ്റ്നെസ്സിനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കേക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. അങ്ങനെ ടാപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനാണിത്. അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പാനിൻ്റെ മൂടി തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് പുകയൊക്കെ ഇങ്ങനെ തള്ളി വരുന്നുണ്ടെങ്കിൽ ആ പുകയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രമേ കേക്ക് ടീൻ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കേക്ക് ടീനെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. എനിക്കിത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. നിങ്ങളും ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഇടയിൽ വന്നിട്ടൊന്നും തുറന്നു നോക്കരുത്. 25 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക. എന്നിട്ടും ബേക്ക് ആയില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇത് ബേക്ക് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 kg വൈറ്റ് ഫോറസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1/4 കപ്പ് ക്രീമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിവിടെ നല്ല തണുത്ത 1/4 കപ്പ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ള ഒരു ക്രീമാണ്. ട്രോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടിപ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ക്രീമിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ക്രീമിൻ്റെ റേറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 170 രൂപയാണ് ട്രോപ്പോലൈറ്റിൻ്റെ ക്രീമിന്. നല്ല ക്രീമാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള നല്ല മധുരമൊക്കെ ഉള്ള ഒരു ക്രീമാണ്. ഇനി നമുക്കിത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം എപ്പോഴും ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത്. അതിലുള്ള ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ നഷ്ടപ്പെടാതെ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് സ്റ്റിഫ് പീക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതാ ചെറി സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട്. 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചെറി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള ചെറി സിറപ്പ് കിട്ടും. ഇങ്ങനെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാവും. നല്ല ടേസ്റ്റാണ് അങ്ങനെ കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ ഞാൻ കേക്ക് മോൾഡിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് 3 ലെയറായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പം നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൈ ജസ്റ്റ് ഒന്ന് പതിയെ അമർത്തി വെച്ചിട്ട് കേക്ക് സ്റ്റഡി ആയി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ക്രീം പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് അങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പൈപ്പിംഗ് ബാഗിലോട്ട് ക്രീം ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡെക്കറേഷൻ ആയിട്ടുള്ള ക്രീം ഞാൻ ഇതുപോലെ ആദ്യം അങ്ങ് പൈപ്പിംഗ് ബാഗിൽ ആക്കി വെക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ ഞാൻ സൂക്ഷിക്കും. അപ്പോൾ നമുക്ക് നല്ല ലൂസ് ആവാത്ത നല്ല ക്രീം നമുക്ക് കിട്ടും. അപ്പോൾ കണ്ടോ, ഇത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറി സിറപ്പ് ആക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുമ്പോൾ താഴെ ഒരല്പം ക്രീമാക്കി കൊടുത്തിട്ടുണ്ട് കേക്ക് ബോർഡിൽ. അതിന് ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ മൂവ് ചെയ്യില്ല, അങ്ങ് സ്റ്റഡി ആയിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി നമുക്കിതിലേക്ക് ക്രീം വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല തിക്ക് ലെയർ ആയിട്ടുള്ള ക്രീം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ അധികം തിക്കായിട്ടല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്രീം നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ക്രീം വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ലെയറും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അവസാന ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഞാൻ ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഡെക്കറേഷൻ അനുസരിച്ചിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സൈഡിൽ നല്ലൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സൈഡൊന്നും കംപ്ലീറ്റ് ആയിട്ട് കവർ ആവണമെന്നില്ല. ഇനിയിപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കണമെങ്കിലും സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുക്കണമെന്നില്ല. കാരണം അതിൻ്റെ സൈഡിൽ വൈറ്റ് ചോക്ലേറ്റ് വരുമല്ലോ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ളൊരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യം വെർട്ടിക്കലായിട്ട് അങ്ങ് ലൈൻ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് 3 ചെറിയ ലൈൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണം നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് ഇട്ട് കൊടുക്കുന്ന ആ ലൈനിന്. ഏകദേശം നമ്മുടെ ആ നോസിലിൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവണം ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഈ ലൈൻസിന്. എന്നിട്ട് ഈ 3 ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും വെർട്ടിക്കലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ബാസ്ക്കറ്റ് ഷേപ്പിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും ഒരു ബ്രൗൺ കളറിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ ഇതുപോലെ നമുക്ക് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ചോക്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതേ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ ബോർഡറും ആക്കി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു കേക്കിന് താഴെയുള്ള ഭാഗത്തേക്ക് നമുക്ക് ബോർഡർ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതുപോലെയാണ് നമ്മൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെറീസ് വെച്ചിട്ട് ഒന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ചെറീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരല്പം സിൽവർ ബോൾസും ഞാൻ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ 2020 എന്നും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 1/2 കിലോൻ്റെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്